വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴ ആരോപണത്തിൽ ജാഫർ മാസ്റ്ററുടെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ മുസ്തഫ. കൂറുമാറി CPM-ന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് എന്ന് മനസ്സിലായി. ജാഫർ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണ് എന്ന് എ മുസ്തഫ. പാർട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കച്ചവടം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവ എന്തുകൊണ്ട് ലീഗിന് വന്ന് വോട്ട് ചെയ്തോടെ? അവ ആദ്യം ഈ ഡീൽ ഉറപ്പിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ വൈസ് പ്രസിഡന്റ് വോട്ട് ചെയ്യാതിരുന്നത്. പക്ഷെ ഇവനെ 2-3 CPM-ന്റെ നേതാക്കന്മാര് വലയം ചെയ്ത് അവനൊരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ പറയേ ഇത്തരം സംവിധാനം ഉള്ളപ്പോ എന്തുകൊണ്ട് ഇവ ഒന്നും കിട്ടാതെ ഇത് മാറില്ലല്ലോ? അത് ഉറപ്പല്ലേ? തെറ്റ് പറ്റിയതാണെങ്കിൽ കള്ളത്തരില്ലാതെ ഞാൻ ചർച്ചയ്ക്ക് വരണ്ടേ? MS ലിഷോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിഷോ, ഗുഡ് മോർണിംഗ്. ഈ വാദം അതിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ശരിയല്ലേ എന്ന് നമുക്കും തോന്നിപ്പോവുകയാണ്. വിശദവിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് മോത്തി. ഇന്നലെ ജാഫർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് താൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞതാണ്. പക്ഷേ ആ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസം സത്യമായി ഭവിച്ചു എന്നുള്ളതാണ് എല്ലാവരെയും ഒരു സംശയം ഉണ്ടാക്കുന്ന, എല്ലാവരുടെയും മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ജാഫർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നാളെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ നിന്നാൽ എനിക്ക് എന്ത് കിട്ടും, അവരുടെ കൂടെ നിന്നാൽ ഒരുപക്ഷെ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ ലക്ഷങ്ങൾ എനിക്ക് കിട്ടും, അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു. ഇതൊക്കെ തന്നെ ഒരു സൗഹൃദ സംഭാഷണമായി ഒരുപക്ഷെ ഈ മുസ്തഫയും ആ ഒരു സമയത്ത് കരുതിയിട്ടുണ്ടാകും. പക്ഷേ തൊട്ടടുത്ത ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അതല്ല ഇവർക്ക് മനസ്സിലായത്. കാരണം ആ പറഞ്ഞതിലൊക്കെ തന്നെ കഴമ്പുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ ആർക്കും അത്തരത്തിലുള്ള സംശയം ഉണ്ടാകാം. അത് തന്നെയാണ് ഇവിടെ സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഇതിനൊക്കെ ശേഷം ഇന്നിപ്പോൾ കൂടുതൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. അതൊക്കെ തന്നെ പുറത്തുവിടുമെന്നുള്ളതാണ്. ജാഫർ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം തെരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് ജാഫർ വന്ന് വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നു. എന്തായാലും ഈ ജാഫർ പണം വാങ്ങിയിട്ടുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് അവിടെ 10 മണിക്ക് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പദ്ധതിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള സമരപരിപാടികളൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ അതേസമയം തന്നെ CPM LDF നിലപാടെന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അതിലൊരു ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വാദം. കാരണം മറ്റൊന്നുമല്ല, മറ്റത്തൂരിൽ BJP കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയാൽ BJP-യുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് അത് രാജിവെച്ചൊഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം LDF-ഉം CPM-ഉം ഒക്കെ തന്നെ ഉയർത്തി. ഇവിടെ ലീഗ് സ്വതന്ത്രൻ്റെ വോട്ട് വാങ്ങി വിജയിച്ച LDF സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഇവിടെ രാജിവെക്കുന്നില്ല, അതിനുള്ള ധാർമ്മികത ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ UDF ഉയർത്തുന്നത്.